ഹലോ ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ഷിബു കാറ് കഴുകുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് അയ്യപ്പൻ പറയുന്നുണ്ട്, മതിയടാ കാറ് കഴുകിയത്, പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വായോ, അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും കഴിക്കാൻ ലേറ്റ് ആവും, മതി തുടച്ചത്, പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷിബു പറയുന്നുണ്ട്, അയ്യപ്പേട്ടൻ ആന ഉണ്ടാകുമ്പോൾ ആനേനെ കഴുകാതെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, അത് ആനയാണ്, ഇത് യന്ത്രമാണ്, യന്ത്രത്തെ തുടച്ചത് മതി എന്ന് പറയുന്നുണ്ട്. അയ്യപ്പേട്ടന് അത് ആനയാണെങ്കിൽ ഇതെൻ്റെ ചോറാണ് എന്നൊക്കെ ഷിബു പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗീതു വരുന്നത്. ഗീതു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഷിബു ഏട്ടാ, നമ്മൾ അന്ന് വീട്ടിലോട്ട് പോയില്ലേ, വീട്ടിലോട്ട് പോയിട്ട് ഞാൻ രണ്ടാമതും പിന്നെയും വീട്ടിലോട്ട് പോയോ എന്ന് ഗീതു വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയ്യപ്പൻ പറയുന്നുണ്ട്, ആദ്യം മോളുടെ വീട്ടിലോട്ട് പോയി, അത് കഴിഞ്ഞ് ഞാനും ഷിബുവും കൂടെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി, അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നീയും ഷിബും പിന്നെ നിൻ്റെ വീട്ടിലോട്ട് പോയി, എന്താ മോൾക്ക് ഓർമ്മയില്ലേ എന്ന് അയ്യപ്പൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇല്ല അയ്യപ്പേട്ടാ, എനിക്കൊന്നും ഓർമ്മയില്ല, ഫസ്റ്റ് പോയത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ രണ്ടാമത് പോയത് എനിക്ക് ഒട്ടും ഓർമ്മയില്ല, പക്ഷെ നിങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കുക എന്നൊക്കെ ഗീതു വിഷമത്തോടെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഷിബു പറയുന്നുണ്ട്, പതിവിലും ഗൗരവത്തോടെയാണ് അന്ന് മാഡം രണ്ടാമത് പോകുമ്പോൾ എന്നോട് സംസാരിച്ചത്, എന്നിട്ട് ഞാൻ ആലോചിക്കുകയും ചെയ്തു മാഡത്തിന് എന്താ പറ്റിയെന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു എന്നൊക്കെ ഷിബു പറയുന്നുണ്ട്. അപ്പോഴാണ് കാഞ്ചന അങ്ങോട്ട് വരുന്നത്. കാഞ്ചന വന്നിട്ട് പറയുന്നുണ്ട്, ഇവർ പറയുന്നതൊക്കെ ശരിയാ ഗീതു, അന്ന് നീങ്ക ഒരു ആക്ഷൻ ഹീറോ മാതിരി ബാൽക്കണിയിൽ നിന്ന് ചാടിയാച്ച്, അത് ഞാൻ എൻ്റെ കണ്ണാലെ പാത്താച്ച് എന്നൊക്കെ പറയുന്നുണ്ട് കാഞ്ചന. അപ്പോൾ അയ്യപ്പൻ കാഞ്ചനെ വന്ന് ചീത്ത പറയുന്നുണ്ട്, എന്തിനാ വേണ്ടാത്തതൊക്കെ പറയുന്നത്, ഗർഭിണിയായ ഗീത കൊച്ചിങ്ങനെ ബാൽക്കണിയിൽ നിന്ന് ഇത്ര ദൂരം ചാടുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാഞ്ചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നതൊക്കെ എന്താ സത്യം, ഞാൻ പറയുന്നത് എന്താ പൊയ്യോ, അതെന്ത് ന്യായമാണ് അയ്യപ്പേട്ടാ, ഗീതുവിൻ്റെ മേത്ത് എന്തോ യക്ഷിയുണ്ട്, ബാധ ഉണ്ട്, അങ്ങനെയൊക്കെ കാഞ്ചന പറയുന്നുണ്ട്. അപ്പോൾ ഗീതുവിനോട് പറയുന്നുണ്ട്, നീ ഒരു മന്ത്രവാദീനെ കാണുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ കാഞ്ചന പറയുന്നുണ്ട്. അപ്പോൾ ഗീതു ആണെങ്കിലും അതൊക്കെ കേട്ട് വിഷമിച്ചിട്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. അയ്യപ്പൻ അവളോട് പറയുന്നുണ്ട്, നീ കാരണമാണ് ഗീതു കുഞ്ഞിപ്പോൾ വിഷമിച്ച് പോയത് എന്ന് അയ്യപ്പൻ ദേഷ്യപ്പെടുന്നുണ്ട് കാഞ്ചനയോട്. അത് കഴിഞ്ഞ് കാഞ്ചനയും പോകുന്നുണ്ട് റൂമിലോട്ട്. അത് കഴിഞ്ഞിട്ട് അയ്യപ്പനും ഷിബുവും മാർക്കറ്റിലോട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദിനെയാണ് കേട്ടോ. ഗോവിന്ദാണെങ്കിലോ അന്ന് അജാസ് അവിടെ വെച്ച ക്യാമറയിൽ കൂടെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ രാധികാമ്മയും വരുണും ഭാസ്കരനോട് സംസാരിക്കുന്നത് ഒക്കെ ഗോവിന്ദ് കാണുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് ശരിയാണ്, വരുണിന് മാത്രമല്ല രാധികാമ്മ എന്നും സത്യദാസനെ കാണാൻ പോകുന്നുണ്ട്, അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും, ഞാൻ പേടിച്ച പോലെ തന്നെ വർഷങ്ങൾക്ക് മുന്നിലുള്ള ബന്ധമായിരിക്കുമോ എന്നൊക്കെ ഗോവിന്ദ് ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗീതു വരുന്നത് കണ്ട ഗോവിന്ദ് പെട്ടെന്ന് ആ CCTV ദൃശ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഗീതു വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്തോ പ്രശ്നമുണ്ട് കണ്ണേട്ടാ. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഇത് ഞാൻ അങ്ങോട്ട് പറയാറില്ലേ, അപ്പോൾ നീ എന്നെ ചാടിക്കടിക്കാൻ വരും, ഇപ്പോൾ നിനക്ക് തന്നെ മനസ്സിലായില്ലേ നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നിൻ്റെ ഒരു പേര് ലൂസാണ് എന്ന്. അങ്ങനെ കളിയാക്കുമ്പോൾ ഗീതുവിന് ദേഷ്യം വരുന്നുണ്ട്. ഗീതു സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളിങ്ങനെ തമാശ പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ വഴക്കാളി സ്വഭാവമാണ് ഭയങ്കര ഇഷ്ടം, നീ ഇങ്ങനെ സെൻറ്റി അടിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇത്ര പഞ്ചാര വർത്തമാനങ്ങളൊന്നും എനിക്ക് കേൾക്കാൻ ഇപ്പോൾ തോന്നുന്നില്ല, ഒന്നാമത് എൻ്റെ സ്വഭാവം എനിക്ക് പിടിക്കാതിരിക്കുകയാണ്, നിങ്ങളൊന്ന് ഞാൻ പറയുന്നത് കേൾക്കുമോ, ഞാൻ പറയുന്നത് കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് എനിക്കിപ്പോൾ ആവശ്യം എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിചിത്രമായി പെരുമാറുന്നത് എന്ന് എനിക്ക് അറിയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഗോവിന്ദ് പറയുന്നുണ്ട്, നിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, നമ്മളെ വിളിക്കുന്ന വെൽവിഷറിൻ്റെ രണ്ടാമത് വിളിച്ചൊരു അതിഥി തൊഴിലാളിയുടെ നമ്പർ എന്നാണ്, അയാളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് അയാളൊന്ന് കാണാൻ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, നമുക്ക് പോവാം, ഞാനും വരുന്നുണ്ട് കണ്ണേട്ടൻ്റെ കൂടെ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയടിച്ച് വരുമ്പോഴത്തേക്ക് നിൻ്റെ മൂടൊക്കെ ഒന്ന് മാറും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എൻ്റെ പല്ലിനെ കുറ്റം പറഞ്ഞവളെ എനിക്കൊന്ന് കാണണം, അവളെ കണ്ടിട്ട് വേണം എനിക്ക് അവളുടെ 10 ഇരട്ടി തെറി അവളെ വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഗീതു റെഡിയാവാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദ് ആ അതിഥി തൊഴിലാളിയെ വിളിച്ചിട്ട്, ഭയ്യ നിങ്ങളിപ്പോൾ എവിടെയുണ്ട്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം, വന്നിട്ട് വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാധികാമ്മയും ഭാസ്കരനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ രാധികാമ്മ ഭാസ്കരനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഭദ്രനെ പോയി കണ്ടു, പക്ഷേ ഗീതു വന്നതിൻ്റെ ഒരു ലക്ഷണം അയാൾ പറഞ്ഞില്ല, ഞങ്ങൾ അയാളുടെ അടുത്ത് കുറേ ചോദിച്ചു, ഗീതുവിനെ കണ്ടോ, പക്ഷേ അയാളാണെങ്കിൽ ഒന്നും കണ്ടില്ല എന്ന് തന്നെ പറയണേ. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അമ്മ അതിന് ഗീതുവിനെ കണ്ടുവെന്നാണ് ചോദിച്ചത്, മാർഗഴിയെ കണ്ടുവെന്ന് ചോദിച്ചില്ല.
അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, എങ്ങനെയാടാ മാർഗഴി കണ്ടു എന്ന് ചോദിക്കുക. മാർഗഴി എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് ഭദ്രന് അറിയില്ലല്ലോ, അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, പക്ഷെ മാർഗഴി എന്നൊരാളുണ്ടെന്ന് നമുക്കറിയാലോ, അപ്പോൾ അങ്ങനെയല്ലേ ചോദിക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, അത് ഭദ്രന് അറിയില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വഴക്ക് കൂടുന്നുണ്ട്. അപ്പോൾ ഭാസ്കരനാണെങ്കിലും ഇതൊക്കെ കാണാൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, നിർത്താൻ നിങ്ങളുടെ ഒരു വഴക്ക്, നിങ്ങൾ ഈ ബുദ്ധിയില്ലാത്ത കാര്യം സംസാരിച്ചിട്ട് എന്തിനാണ് സമയം കളയുന്നത്? നമുക്ക് മണ്ടത്തരം പറയാനല്ല ഇപ്പോൾ വേണ്ടത്, നമുക്ക് മാർഗഴി കണ്ടുപിടിക്കുകയാണ് വേണ്ടത്, അതാണിപ്പോൾ നമ്മുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഗോവിന്ദ ഗീതുവെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാനും പൊളിയും എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, ഇനി അവളെ കിട്ടിക്കഴിഞ്ഞാൽ മുറിയിലിട്ട് പൂട്ടണം, എന്നിട്ട് നമ്മുടെ കാര്യമൊക്കെ നടത്തിയെടുത്തിട്ട് വേഗം അവളെ പറഞ്ഞു വിടണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, അതിന് മാർഗഴി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ വാ നമുക്ക് പോയി തിരയാന്ന് പറഞ്ഞിട്ട് വരുണും രാധികാമ്മയും പോയിട്ട് തിരയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മാർഗഴി അവളുടെ അമ്മയും സംസാരിക്കുന്നതാണ്. മാർഗഴി അവളുടെ അമ്മയ്ക്ക് കാശൊക്കെ കൊടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മാർഗഴിയുടെ അമ്മ കാശ് എണ്ണുന്ന സമയത്ത് മാർഗഴി ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു നമ്മുടെ സ്വാമി അച്ഛനെ പോലെ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഭദ്രൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴിയുടെ അമ്മ പറയുന്നുണ്ട്, നിനക്കെന്താ കണ്ണ് കാണില്ലേ മാർഗഴി, ഇതും സ്വാമി അച്ഛനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഇതേതോ കള്ളസ്വാമിയാണ്, ആ മുഖം കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ കള്ളസ്വാമിയാണ് എന്ന്. അപ്പോൾ മാർഗഴി മനസ്സിലാക്കുന്നുണ്ട് അവളുടെ അച്ഛൻ അതല്ല എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ പ്രതീക്ഷയൊക്കെ വെറുതെ ആയല്ലോ, എൻ്റെ അച്ഛൻ ഇതൊന്നും അല്ല എന്ന് മാർഗഴി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എൻ്റെ മാരിയമ്മ എന്നിട്ടും എന്തിനാ ഗീതുവിനോട് എനിക്ക് ഇത്ര അടുപ്പം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് അവളുടെ അമ്മ പറയുന്നുണ്ട്, ഇന്നൊരു രഹസ്യ പോലീസ് നമ്മുടെ വൈദ്യര് മുത്തശ്ശനെ തെരഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി ചോദിക്കുന്നുണ്ട്, രഹസ്യ പോലീസോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരാരെയോ ഒരു ചികിത്സയ്ക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്, എന്നിട്ട് ആ ചികിത്സയ്ക്ക് വേണ്ട ആ അസുഖത്തിൻ്റെ ഇംഗ്ലീഷ് പേര് എനിക്ക് അയച്ചിട്ടുമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും പവിഴം പറയുന്നുണ്ട്, ഞാൻ രഹസ്യ പോലീസാന്ന് വെച്ചപ്പോൾ രണ്ടാമത് വിളിച്ചപ്പോൾ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്, പവിഴം എന്ത് പണിയാണ് കാണിച്ചത്, അത് ശരിക്കും ചികിത്സ വേണ്ടവരാണെങ്കിലോ? അപ്പോൾ പവിഴം പറയുന്നുണ്ട്, ഞാനത് ഓർത്തില്ല, ഞാനത് പോലീസാന്ന് വെച്ചിട്ട് അവർക്ക് പോലീസ് പല രൂപത്തിലും വരുമല്ലോ, അതുകൊണ്ട് പിടിക്കണ്ട എന്ന് വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് മാർഗഴി ചോദിക്കുന്നുണ്ട്, ആ അസുഖത്തിൻ്റെ പേരെവിടെ, മെസ്സേജ് അയച്ചിട്ട് മായ്ച്ച് കളഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പവിഴം പറയുന്നുണ്ട്, ഇല്ല അത് ഞാൻ കൊടുന്നുതരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി അസുഖത്തിൻ്റെ പേര് കാണുന്നുണ്ട്, പ്ലാസ്റ്റിക് അനീമിയ. അസുഖത്തിൻ്റെ പേര് കണ്ടപ്പോൾ മാർഗഴിക്ക് ഓർമ്മ വന്നു, അത് ഗോവിന്ദ് സാറിൻ്റെ അനിയത്തിക്കുള്ള അസുഖത്തിൻ്റെ ചികിത്സയ്ക്കുള്ള മരുന്നാണ് ഇവർക്ക് ആവശ്യം, അതറിയാനാണ് അവരെന്നെ വിളിച്ചത് എന്നൊക്കെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് മാർഗഴി. എന്നിട്ട് മാർഗഴി സ്വാമിയച്ഛൻ എഴുതിയ ബുക്കുകളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഗോവിന്ദൻ്റെ അനിയത്തിക്കുള്ള മരുന്നുകളൊക്കെ ഒരു ലിസ്റ്റിൽ എഴുതി കൊടുക്കുന്നുണ്ട് പവിഴത്തിന്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ ഈ മരുന്നുകളൊക്കെ ഇതുപോലെ റെഡിയാക്കണം എന്ന് പറയുന്നുണ്ട്. മരുന്ന് റെഡിയായി കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് വാങ്ങാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പവിഴം ചോദിക്കുന്നുണ്ട്, രോഗിയുടെ നാടി നോക്കാതെ നമ്മളെങ്ങനെ അളവ് തീരുമാനിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മാർഗഴി നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് പവിഴത്തിനോട്. അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ കുറേ കാശാവുമല്ലോ, അതൊക്കെ ആര് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ മാർഗഴി തരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അതിഥി തൊഴിലാളിയാണ്, അയാൾ ഗോവിന്ദനെ കാത്തു നിൽക്കുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. എന്നിട്ട് ഫോണിൽ പറയുന്നുണ്ട്, ഹലോ ചേട്ടാ നിങ്ങളെവിടെ, ഞാനിവിടെ എത്തി, നിങ്ങളുടെ കാർ ഏതാ, ഒരു വെള്ളക്കാറാണോ, ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗോവിന്ദ് വന്ന് കാറ് വന്ന് നിർത്തിയിട്ട് അയാളെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, സത്യം പറ, നിങ്ങളുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചത് നിങ്ങളുടെ ആരാ, നിങ്ങളുടെ പരിചയക്കാരത്തിയല്ലേ, നിങ്ങൾ രണ്ടുപേരും എന്നെ നാടകം കളിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സത്യമായിട്ടും ചേട്ടാ എനിക്കറിയില്ല ആരാ അതെന്ന്, വീട്ടിലേക്ക് ഫോൺ ചെയ്യാനാന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു, ഞാൻ കൊടുത്തു. അപ്പോൾ ഗോവിന്ദ് ചോദിച്ചു, അങ്ങനെ ഒരാൾ ഫോൺ ചോദിച്ചാൽ താൻ കൊടുക്കാൻ പാടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ പെണ്ണൊരു തീവ്രവാദിക്കാണെങ്കിലോ താൻ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, തീവ്രവാദി ഒന്നുമല്ല ചേട്ടാ, കാണാൻ നല്ല സുന്ദരി പെണ്ണാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടോ, എന്നാൽ കല്യാണം കഴിച്ച് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, പോ ചേട്ടാ എനിക്ക് നാണം വരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ അയാൾ പറയുന്നുണ്ട്, ഞാൻ പോലീസ് വരുമോ എന്ന് ചോദിച്ചു ആ ചേച്ചിയുടെ അടുത്ത്. അപ്പോൾ ആൾ പറഞ്ഞു പട്ടാളാണ് വരികയെന്ന്. ചേട്ടനാണോ പട്ടാളം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നത്, ഞാൻ പട്ടാളമൊന്നും അല്ല, അവളെ തിരഞ്ഞു വന്നതാണ്. അപ്പോഴത്തേക്കും ഗീതു കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അയാൾ ഗീതുവിനെ കാണുന്നുണ്ട്. അയാൾ കണ്ടിട്ട് ഗീതുവിനോട് പറയുന്നുണ്ട്, ഗോവിന്ദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ചേച്ചിയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് വിളിച്ചത്. അപ്പോൾ ഗീതു ചോദിക്കുന്നത്, ഞാൻ എപ്പോഴാണോ തൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. വെറുതെ കള്ളം പറയരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് ദേഷ്യപ്പെടുന്നുണ്ട് ഗീതുവിൻ്റെ അടുത്ത്, അയാൾ എന്തിനും നിന്നെ പറ്റി കള്ളം പറയണം, നീ എന്നെയും ഫോൺ വിളിച്ച് വാങ്ങിയിട്ടുണ്ടാവുക വിളിക്കാൻ വേണ്ടിയിട്ട്, കുറേ കള്ളങ്ങൾ മറയ്ക്കുന്നതല്ലേ, അപ്പോൾ ഇതും അതിൻ്റെ കൂടെ മറയ്ക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. ഗീതും പിന്നാലെ ഓടിയിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് രഹസ്യമാണ് കണ്ണേട്ടന്ന് മറച്ചേ, കണ്ണേട്ടൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഒരുപാട് രഹസ്യങ്ങൾ നീ എൻ്റെ അടുത്തുനിന്ന് മറയ്ക്കുന്നുണ്ട് ഗീതു, അതൊന്നും ചോദിച്ച് ഞാൻ ഇപ്പം നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല, പക്ഷേ എനിക്കൊന്നും അറിയാനുണ്ട്, നീ സത്യദാസിനെ എന്ത് പറഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്.
ആ ചോദ്യത്തിനാണെങ്കിലോ ഗീതു ഒന്നും തന്നെ പറഞ്ഞില്ല. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം, നീ കളി എത്ര ദൂരം വരെ പോകും, എത്ര വരെ ഏത് വരെ പോകുമെന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഭാസ്കരനെയും രാധികാമ്മയും വരുണിനെയൊക്കെ സംസാരിക്കുന്നതാണ്. അവർ മാർഗഴിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അനാർക്കലി ചോദിക്കുന്നുണ്ട്, ആ എരണം കെട്ടവളെ ഇനിയും കാണുന്നില്ല, എവിടെയെങ്കിലും പഴയ കേസിലെങ്കിലും പിടിച്ച് പോലീസ് അകത്തിട്ടോ എന്നാണ് എൻ്റെ സംശയം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, പോലീസല്ല പട്ടാളം വന്നാലും അവളെ കിട്ടില്ല, അവൾ രക്ഷപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് മാർഗഴി വരുന്നുണ്ട്. ആ മാർഗഴി വരുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ഗീതാ ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.